വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഹോട്ട് ടോപ്പിക്സിന്റെ ക്ലാസ് തുടങ്ങിയിട്ട് ഇന്ന് 54ാമത്തെ ദിവസമാണ്. 60 ദിവസത്തെയാണ് നമ്മൾ ഹോട്ട് ടോപ്പിക്സിന്റെ ക്ലാസ് പറഞ്ഞേക്കണേ. അപ്പൊ ഇനി 6 ദിവസം കൂടി, ഇന്നത്തെ അടക്കം 7 ദിവസം കൂടി നമുക്ക് എന്തുണ്ടാവും, ഹോട്ട് ടോപ്പിക്സിന്റെ ക്ലാസ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ക്ലാസ്സിലേക്ക് കിടക്കാം. നമ്മൾ അത് കഴിഞ്ഞാൽ നമുക്ക് SCRTയുടെ കുറച്ച് പാഠഭാഗങ്ങൾ ബാക്കിയുണ്ട്, അത് നോക്കാം. അപ്പൊ വളരെ പ്രധാനപ്പെട്ട ഹോട്ട് ടോപ്പിക്സുകളൊക്കെ തന്നെ കഴിഞ്ഞു. ഇനി കുട്ടി കുട്ടി ടോപ്പിക്സ് ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് ദിവസം മുമ്പ്. അപ്പൊ ഇന്ന് നമ്മൾ ആദ്യം തന്നെ നോക്കുന്നത് കുറച്ച് pH വാല്യൂസ് ആണ് കേട്ടോ. പരീക്ഷയ്ക്ക് എപ്പോഴും pH മൂല്യം ചോദിക്കാറുണ്ട് ഇല്ലേ? അപ്പൊ pH വാല്യൂ, ചില pH വാല്യൂസ് നമ്മളോട് ചോദിക്കാറുണ്ട്. അപ്പൊ അതാണ് നമ്മൾ പറയണേ. ഒന്ന് ആദ്യം പഠിക്കുന്നത് രക്തത്തിന്റെ pH എത്രയാണ് എന്നുള്ളതാണ്. രക്തത്തിന്റെ pH 7.4 ആണ്. രക്തത്തിന്റെ pH എത്രയാണ്? 7.4 ആണ്. അടുത്തത് ശുദ്ധജലത്തിന്റെ pH എത്രയാണ് എന്നുള്ളതാണ്. ശുദ്ധജലത്തിന്റെ pH ചോദിക്കണ വെച്ചാ 7 നമ്മൾ പറയാ. ശുദ്ധജലത്തിന്റെ pH എത്രയാണ്? 7 കേട്ടോ. അടുത്തത് ഉമിനീരിന്റെ pH എത്രയാണ് എന്ന് നോക്കുക. ഉമിനീരിന്റെ pH 6.4 ആണ്. ഉമിനീരിന്റെ pH എത്രയാണ് മക്കളെ? 6.4 ആണ് കേട്ടോ. ഇനി അടുത്തത് കടൽ വെള്ളം. കടൽ വെള്ളത്തിന് ഉപ്പുരസാണ്, അറിയാലേ നിങ്ങൾക്ക്. അപ്പൊ കടൽ വെള്ളത്തിന്റെ pH എത്രയാണ് ചോദിച്ചാ കടൽ വെള്ളത്തിന്റെ pH നമ്മൾ 8 എന്ന് പറഞ്ഞോളൂ കേട്ടോ. കടൽ വെള്ളത്തിന്റെ pH എത്രയാണ്? 8. പാലിന്റെ pH എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ള ചോദ്യം തന്നെയാണ്. SCRTയിൽ 6.4 എന്നാ പറയണേ. SCRTയിൽ അങ്ങനെയാ പറയണേ, SCRT ബുക്കില്. പക്ഷെ NCERT ബുക്കിലാ പറയണേ വെച്ചിട്ടുണ്ടെങ്കിൽ അത് 6.8 പറയുന്നുണ്ട്. 6.8. അപ്പൊ നിങ്ങൾ നോക്കിയിട്ട് എഴുതാ. രണ്ടും കൂടെ ഓപ്ഷനിൽ ഉണ്ടാവില്ല. അപ്പൊ നമുക്കറിയാം അത് എങ്ങനെയായാലും ക്യാൻസൽ ആയി പോകുന്നുള്ളത്. അപ്പൊ നോക്കി എഴുതാ. അടുത്തത് മൂത്രത്തിന്റെ pH ആ പറയണേ. മൂത്രത്തിന്റെ pH എത്രയാന്ന് ചോദിച്ചാൽ 6. മൂത്രത്തിന്റെ pH എത്രയാണ്? 6. ഇനി അമ്ലമഴയുടെ pH എത്രയാന്ന് ചോദിച്ചിട്ടുണ്ട് മുമ്പ്. അമ്ലമഴ 4 മുതൽ 5.5 വരെ pH ഉണ്ടാവും. എന്തിന്? അമ്ലമഴയ്ക്ക് എന്ന് ഓർത്തു വെക്കാം. അടുത്തത് നാരങ്ങ വെള്ളത്തിന്റെ pH ആണ്. നാരങ്ങ വെള്ളത്തിന്റെ pH എത്രയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2.4 ആണ് പറയേണ്ടത് കേട്ടോ. എത്രയാ പറയേണ്ട മക്കളെ? 2.4 കേട്ടോ. ഇനി തക്കാളിയുടെ pH എത്രയാണ്? തക്കാളിയുടെ pH ചോദിക്കണേ വെച്ചിട്ടുണ്ടെങ്കിൽ 4.2 ആണ് പറയേണ്ടത്. തക്കാളിയുടെ pH എത്രയാ പറയണ്ടേ? 4.2 ആണ് പറയണ്ടേ. ഇനി അതുപോലെ തന്നെ എപ്പോഴും ചോദിക്കാറുള്ളതാണ് കാപ്പിയുടെ pH. കാപ്പിയുടെ pH 5 ആണ്. അതുപോലെ തന്നെ ചായയുടെ pH 5.5 ആണ്. ഇനി അടുത്തത് ബിയറിന്റെ pH ചോദിക്കുകയാണെങ്കിൽ 4.5 ആണ്. ബിയറിന് എത്രയാണ്? 4.5 ആണ്. അടുത്തത് വിനാഗിരിയുടെ pH ചോദിക്കുകയാണെങ്കിൽ 4.2 പറഞ്ഞോളോ. വിനാഗിരിയുടെ എത്രയാണ്? 4.2 ആണ്. ഇനി അടുത്തത് ഉമിനീരും കൂടി പഠിച്ചു വെക്കുക. ഉമിനീരിന്റെ pH ചോദിക്കുകയാണെങ്കിൽ 6.4 പറയാട്ടോ. ഉമിനീരിന്റെ pH എത്രയാ പറയണ്ടേ? 6.4. അപ്പൊ ഇത്രയും pH കൃത്യമായില്ലോ നിങ്ങൾക്ക്? ക്ലിയർ ആയിട്ട് മനസ്സിലായില്ലേ? ഇനി അടുത്തത് നമ്മൾ പഠിക്കണേ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളോട് ചോദിക്കാറുണ്ട് ചില ശാസ്ത്രീയമായിട്ടുള്ള പഠനങ്ങൾ. അതായത് ഇപ്പൊ നമ്മളോട് എപ്പോഴും ചോദിക്കാറുണ്ട്, അതായത് പുഴുക്കളെ ശാസ്ത്രീയമായിട്ട് വളർത്തി പട്ടുനൂൽ ഉണ്ടാക്കുന്ന ഒരു പരിപാടിക്ക് എന്ത് പേരിട്ട് വിളിക്കുന്നു? സെറികൾച്ചർ. കേട്ടിട്ടില്ലേ? ശാസ്ത്രീയപരമായിട്ടുള്ള രീതിയിലുള്ള പട്ടുനൂൽ നിർമ്മാണത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പട്ടുനൂൽ പുഴുക്കളെ വളർത്തുന്ന ഇത് ഒരു സ്വാഭാവികമായിട്ടുള്ള പട്ടുനൂല് ഉണ്ടാക്കുന്നതിന് വേണ്ടി പട്ടുനൂൽ പുഴുക്കളെ ശാസ്ത്രീയമായി വളർത്തുന്ന രീതിയാണ് സെറികൾച്ചർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എന്താണ് ശാസ്ത്രീയമായിട്ട് അല്ലെങ്കിൽ വ്യവസായ അടിസ്ഥാനത്തില് പൂക്കൾ എന്ന് പറയുമ്പോൾ അതിൽ പ്രധാനമായിട്ടും മുല്ല, ചെണ്ടുമല്ലി, ജമന്തി, റോസ്, ആന്തൂറിയം അങ്ങനെയുള്ള പൂക്കളൊക്കെ ശാസ്ത്രീയമായി വളർത്തുന്ന രീതിക്ക് നമ്മൾ വിളിക്കുന്നത് ഫ്ലോറികൾച്ചർ എന്നാണ്. എന്താണ്? ഫ്ലോറികൾച്ചർ എന്നാ വിളിക്കുക. ഇനി അതുപോലെ തന്നെ പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കാറുള്ളതാണ് പഴം, പച്ചക്കറി എന്നിവ ശാസ്ത്രീയമായി കൃഷി ചെയ്യുന്ന രീതിക്ക് നമ്മൾ വിളിക്കുന്ന പേര് ഹോർട്ടികൾച്ചർ എന്നാണ്. എന്താണ്? ഹോർട്ടികൾച്ചർ എന്ന് വിളിക്കും. ഇനി അടുത്തത് തേനീച്ചകളെ ശാസ്ത്രീയമായി വളർത്തുന്ന, തേനൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശാസ്ത്രീയമായി തേന് അതുപോലെ തന്നെ മെഴുകൊക്കെ നിർമ്മിക്കാൻ ശാസ്ത്രീയമായി തേനീച്ചകളെ വളർത്തുന്ന രീതിക്ക് നമ്മൾ എന്ത് വിളിക്കുന്നു? എപ്പികൾച്ചർ എന്ന് വിളിക്കുന്നു. ശാസ്ത്രീയമായി മുയലുകളെ നിർമ്മിക്കുന്ന രീതിക്ക് നമ്മൾ വിളിക്കുന്നത് ക്യൂണികൾച്ചർ
കൾച്ചർ എന്നാണ്. എന്താണ് ക്യൂണി കൾച്ചർ എന്നാണ്. ശാസ്ത്രീയമായി കൂൺ വളർത്തുന്ന രീതിക്ക് നമ്മൾ അതെല്ലാവർക്കും അറിയാം, ഓപ്ഷനിൽ നിന്ന് തന്നെ മഷ്റൂം കൾച്ചർ എന്ന് വിളിക്കുന്നു. ഇനി അടുത്തത് മാംസം, അതുപോലെ തന്നെ മുട്ട, മാംസം അതുപോലെ തന്നെ മുട്ട എന്നിവയ്ക്ക് വേണ്ടി ശാസ്ത്രീയമായിട്ട് ശാസ്ത്രീയമായി പക്ഷികളെ വളർത്തുന്നതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? പൗൾട്രി ഫാമിംഗ് എന്ന് വിളിക്കുന്നു. പൗൾട്രി ഫാമിംഗ്. ഇനി ശാസ്ത്രീയമായി മത്സ്യം വളർത്തുന്ന രീതിക്ക് നമ്മൾ വിളിക്കുന്നത് പിസി കൾച്ചർ എന്നാണ്. പിസി കൾച്ചർ. ഇനി മൾബറി കൃഷി ശാസ്ത്രീയപരമായിട്ടുള്ള മൾബറി കൃഷിയെ നമ്മൾ മോറി കൾച്ചർ എന്ന് വിളിക്കുന്നു. ശാസ്ത്രീയപരമായിട്ടുള്ള മുന്തിരി കൃഷിയെ നമ്മൾ വിറ്റി കൾച്ചർ എന്ന് വിളിക്കുന്നു. മണ്ണിര കൃഷിയാണെങ്കിൽ, ശാസ്ത്രീയപരമായിട്ടുള്ള രീതിയിലുള്ള മണ്ണിര കൃഷിയാണെങ്കിൽ നമ്മൾ എന്ത് വിളിക്കുന്നു? വെർമി കൾച്ചർ എന്ന് വിളിക്കുന്നു. അതുപോലെ തന്നെ പച്ചക്കറി കൃഷിയാണെങ്കിൽ നമ്മൾ എന്ത് വിളിക്കുന്നു? ഒലേറി കൾച്ചർ എന്ന് വിളിക്കുന്നു. ഒലേറി കൾച്ചർ. കടൽ മത്സ്യകൃഷിയാണെങ്കിൽ, കടൽ മത്സ്യങ്ങളെ കൃഷി ചെയ്യുന്ന പരിപാടിയാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? മാരി കൾച്ചർ എന്ന് വിളിക്കുന്നു. അതുപോലെ തന്നെ വനങ്ങളുടെ വനവിഭവങ്ങളായിക്കോട്ടെ, അതുപോലെ തന്നെ വനസസ്യങ്ങളായിക്കോട്ടെ എന്നിവയുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് എന്ത്? സിൽവി കൾച്ചർ എന്ന് പറയുന്നത്. എന്താണ് സിൽവി കൾച്ചർ എന്ന് പറയുന്നത്? അപ്പൊ ഇത്തരം കൾച്ചറുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെ ശാസ്ത്രീയപരമായിട്ടുള്ള രീതിയിലുള്ള കൃഷികളെ കുറിച്ച് ധാരണയായാലോ? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് അത്. അതുപോലെ തന്നെ നമ്മളോട് ചില പാർട്ടുകള്, ഇന്ത്യൻ ഭരണഘടനയിലെ പാർട്ടുകൾ നമ്മളോട് പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പൊ നമ്മള് പാർട്ട് 1, ഇന്ത്യൻ ഭരണഘടനയുടെ പാർട്ട് 1ൽ എന്തിനെ കുറിച്ച് പറയുന്നു എന്ന് ചോദിച്ചാൽ നമ്മൾ യൂണിയൻ, അതുപോലെ തന്നെ ഭൂപ്രദേശം, യൂണിയനുകളെ കുറിച്ചും ഭൂപ്രദേശങ്ങളെ കുറിച്ചും പ്രതിപാദിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ പാർട്ട് 1ലാണ്. പാർട്ട് 2ൽ പറയുന്നത് എന്തിനെ കുറിച്ചാണ്? പൗരത്വത്തെ കുറിച്ചാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ പാർട്ട് 2ൽ പൗരത്വത്തെ കുറിച്ച് പറയുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ പാർട്ട് 3ൽ പറയുന്നത് മൗലിക അവകാശങ്ങളെ കുറിച്ചാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ പാർട്ട് 3ൽ പറയുന്നത് മൗലിക അവകാശങ്ങളെ കുറിച്ചാണ്. പാർട്ട് 4ൽ പറയുന്നത് നിർദ്ദേശക തത്വങ്ങളെ കുറിച്ചാണ്. പാർട്ട് 4ൽ പറയുന്നത് നിർദ്ദേശക തത്വങ്ങളെ കുറിച്ചിട്ടാണ്. ഇനി അടുത്തത് പാർട്ട് 4A ഉണ്ട്. പാർട്ട് 4Aയിൽ പറയുന്നത് മൗലിക കടമകളാണ്. പാർട്ട് 4Aയിൽ പറയുന്നത് മൗലിക കടമകളെ കുറിച്ച് പറയുന്ന പാർട്ട് 4Aയിലാണ്. ഈ പാർട്ട് 5ൽ പറയുന്നത് യൂണിയനുകളെ കുറിച്ചിട്ടാണ്. പാർട്ട് 4ൽ എന്തിനെ കുറിച്ച് പറയുന്നു? പാർട്ട് 5ൽ യൂണിയനെ കുറിച്ച് പറയുന്നു. പാർട്ട് 6ൽ എന്തിനെ കുറിച്ച് പറയുന്നു? സ്റ്റേറ്റ്സിനെ കുറിച്ച് പറയുന്നു. പാർട്ട് 6ൽ സ്റ്റേറ്റ്സിനെ കുറിച്ച് പറയുന്നു. പാർട്ട് 7ൽ പറയുന്നത് യൂണിയൻ ടെറിട്ടറീസിനെ കുറിച്ചാണ്. പാർട്ട് 7ൽ പറയുന്നത് യൂണിയൻ ടെറിട്ടറീസ് പാർട്ട് 8ൽ പറയുന്നത്, പാർട്ട് 6ൽ സംസ്ഥാനങ്ങളും പാർട്ട് 8ൽ പറയുന്നത് യൂണിയൻ ടെറിട്ടറീസും ആണ്. പാർട്ട് 9ൽ പറയുന്നത് പഞ്ചായത്തിനെ കുറിച്ചാണ്. പാർട്ട് 9ൽ എന്താ പറയണേ? പഞ്ചായത്തുകളെ കുറിച്ച് പറയുന്നു. പാർട്ട് 9Aയില് മുനിസിപ്പാലിറ്റിയെ കുറിച്ചാണ് പറയുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ പാർട്ട് 9Aയില് മുനിസിപ്പാലിറ്റിയെ കുറിച്ചാണ് പറയുന്നത്. പാർട്ട് 9Bയിൽ പറയുന്നത് എന്തിനെ കുറിച്ചാണ്? കോപ്പറേറ്റീവ് സൊസൈറ്റികളെ കുറിച്ചിട്ടാണ് പാർട്ട് 9Bയിൽ പറയുന്നത്. പാർട്ട് 10ൽ പറയുന്നത് പട്ടിക ഗോത്ര പ്രദേശങ്ങളെ കുറിച്ചാണ്. പട്ടിക ഗോത്രവർഗ പ്രദേശങ്ങളെ കുറിച്ച് പാർട്ട് 10ൽ പറയുന്നു. ഇത്രയും കാര്യം ക്ലിയർ ആയോ? 1 യൂണിയൻ ഭൂപ്രദേശം, 2 പൗരത്വം, 3 മൗലിക അവകാശങ്ങൾ, 4 നിർദ്ദേശകതത്വം, 4A മൗലിക കടമ, 5 യൂണിയൻ, 6 സ്റ്റേറ്റ്സ്, 8 യൂണിയൻ ടെറിട്ടറീസ്, 9 പഞ്ചായത്ത് അല്ലെ, 9A മുനിസിപ്പാലിറ്റി, 9B കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, 10 എന്താണ്? പട്ടിക ഗോത്ര പ്രദേശങ്ങളെ കുറിച്ച് 10ൽ പറയുന്നു എന്ന് ഓർത്തു വെക്കാം. ഇനി 11ൽ എന്താ കുറിച്ച് പറയണേന്ന് നോക്കൂ. എന്താണ്? പാർട്ട് 11ൽ പറയുന്നത് യൂണിയനും സംസ്ഥാനങ്ങളും തമ്മിലുള്ള ബന്ധങ്ങളെ കുറിച്ചാണ്. യൂണിയനും സ്റ്റേറ്റും തമ്മിലുള്ള റിലേഷനെ കുറിച്ച് പറയുന്നത് ഏതിലാണ്? നമ്മുടെ 11ലാണ്. ഇനി അടുത്തത് 12ല് എന്താ പറയണേ? പാർട്ട് 12ല് പറയുന്നത് എന്താണ്? ധനകാര്യത്തെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ധനകാര്യം, അതുപോലെ തന്നെ കരാറ്, വ്യവഹാരങ്ങള്, അതിനെ കുറിച്ചൊക്കെ പറയുന്നത് എവിടെയാണ്? പാർട്ട് 12ലാണ്. ഇനി പാർട്ട് 13 ആണ് ചോദിക്കുന്നതെങ്കിൽ പാർട്ട് 13ല്
എന്താണ് ഭാരതത്തിന്റെ ഭൂപ്രദേശത്തിനകത്തെ, ഭാരതം ഇന്ത്യയിലെ ഭൂപ്രദേശം ഉണ്ടല്ലോ, ഭൂപ്രദേശത്തിനകത്തെ വ്യാപാരം, വാണിജ്യം, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയുന്നു പാർട്ട് 13-ല്. അടുത്തത് പാർട്ട് 14-ൽ എന്തിനെ കുറിച്ചാ പറയണേ? യൂണിയനെ കുറിച്ച് പറയുന്നു. അതുപോലെ തന്നെ സ്റ്റേറ്റ്, ഇതിന്റെയും രണ്ടിന്റെയും കീഴിലുള്ള സർവീസസിനെ, യൂണിയന്റെയും സ്റ്റേറ്റിന്റെയും കീഴിലുള്ള സർവീസസിനെ കുറിച്ച് പാർട്ട് 15-ൽ പറയുന്നു. ഇനി അടുത്തത് പാർട്ട് 14-ൽ പറയുന്നു. പാർട്ട് 15 വളരെ പ്രധാനമാണ്, എപ്പോഴും ചോദിക്കാറുള്ളതാണ്. ഇലക്ഷനെ കുറിച്ചാണ് പാർട്ട് 15-ൽ പറയുന്നത്. എന്താണ് ഇലക്ഷൻ? ഇനി പാർട്ട് 17 ഒന്ന് ഓർത്ത് നോക്കുക. പാർട്ട് 17 ഭാഷയെ കുറിച്ചാ പറയണേ, ഔദ്യോഗിക ഭാഷ. ഇനി പാർട്ട് 18 ആണെങ്കിൽ പാർട്ട് 18-ൽ പറയുന്നത് അടിയന്തരാവസ്ഥയെ കുറിച്ച് പറയുന്നു. അടിയന്തരാവസ്ഥ പാർട്ട് 18-ൽ പറയുന്നു. പാർട്ട് 20 ആണെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക ഭരണഘടനാ ഭേദഗതികളെ കുറിച്ച് പറയുന്നു. ഭരണഘടനാ ഭേദഗതി. ഇത്രയും പറഞ്ഞാൽ മതി. ഇതിന്റെ ഇടയിൽ പലതും നമ്മൾ വിട്ടിട്ടുണ്ട്, ഇനിയും പറയാനുണ്ട്. പക്ഷെ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മിനിമം ഇത്രയും കാര്യങ്ങളെങ്കിലും നമ്മൾ പഠിച്ചു വെച്ചാൽ മതി. ഇതാണ് പ്രധാനമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി അതുപോലെ തന്നെ അടുത്തത് നമ്മളോട് ചില സൊസൈറ്റികൾ ചോദിച്ചിട്ട് അത് എവിടെയാണ് എന്ന് ചോദിക്കാറുണ്ട്. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ടീച്ചർ പറയാം. അതായത് ഇങ്ങനെ ചോദിക്കും: ലണ്ടൻ മിഷൻ സൊസൈറ്റി, ലണ്ടൻ മിഷൻ സൊസൈറ്റി തരാറുണ്ട്. അതുപോലെ തന്നെ ചോദിക്കാറുണ്ട് ചർച്ച് മിഷൻ സൊസൈറ്റി, ലണ്ടൻ മിഷൻ സൊസൈറ്റി, ചർച്ച് മിഷൻ സൊസൈറ്റി. അടുത്തതുപോലെ അതുപോലെ ചോദിക്കാറുള്ളതാണ് BEM. അതിന്റെ പൂർണ്ണ പേര് ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ എന്നാണ്. അപ്പൊ ഈ മിഷണറി, ഇതൊക്കെ മിഷണറി സംഘങ്ങളാണ്. ഈ മിഷണറി സംഘങ്ങള് മിഷണറി പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടും വിദ്യാഭ്യാസ നിലവാരം ഉയർത്തുന്നതിന് വേണ്ടിയിട്ടൊക്കെ, വിദ്യാഭ്യാസ പ്രചരണത്തിന് വേണ്ടിയിട്ടൊക്കെ പ്രവർത്തിച്ചിട്ടുള്ള മിഷണറി സംഘടനകളാണ്. ഇവരുടെ ഏരിയ ഏത് ഭാഗമായിരുന്നു എന്നാ ചോദിക്കാറ്. മലബാർ മേഖലയിൽ വിദ്യാഭ്യാസത്തിന്റെ പ്രചരണത്തിന് നേതൃത്വം കൊടുത്തതാണ് ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ എന്ന് മനസ്സിലാക്കുക. ചർച്ച് മിഷൻ സൊസൈറ്റി കൊച്ചി, അതുപോലെ തന്നെ തിരുവിതാംകൂർ പ്രദേശങ്ങളിൽ, രണ്ട് പ്രദേശങ്ങളിലും ഉണ്ടായിരുന്നു ആര്? നമ്മുടെ ചർച്ച് മിഷൻ സൊസൈറ്റി. എന്നാൽ ലണ്ടൻ മിഷൻ സൊസൈറ്റി, അതാ LMS, എവിടെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ? തിരുവിതാംകൂറിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ തിരുവിതാംകൂറില് ലണ്ടൻ മിഷൻ സൊസൈറ്റി, തിരുവിതാംകൂർ കൊച്ചി എന്നിവിടങ്ങളിൽ ചർച്ച് മിഷൻ സൊസൈറ്റി, മലബാറിൽ ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ തുടങ്ങിയവ മിഷണറി സംഘങ്ങളാണ്. അത് വിദ്യാഭ്യാസ പ്രചരണത്തിന് നേതൃത്വം നൽകിയ സംഘടനകളാണ് എന്ന് മനസ്സിലാക്കി. ഇത് എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞതാണ് ടീച്ചർ. അത് വിദ്യാഭ്യാസ പ്രചരണത്തിന് വേണ്ടിയിട്ടുണ്ടായിരുന്നിട്ടുള്ള സംഘടനകളാണ്. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ഭരിക്കുമ്പോൾ ഈ വിദ്യാഭ്യാസ പ്രചരണത്തിന് വേണ്ടിയിട്ടുണ്ടായിരുന്നിട്ടുള്ള സംഘടനകളായിരുന്നു ഇതൊക്കെ എന്ന് ഓർത്തു വെക്കണം. ഇനി അടുത്ത് നമ്മളോട് ചില ലെൻസുകൾ തന്നിട്ട് അത് ഏതൊക്കെ കാര്യങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത് എന്ന് ചോദിക്കാറുണ്ട്. അപ്പോ നമ്മൾ ആദ്യം തന്നെ കോൺകേവ് ലെൻസ് നോക്കാം. കോൺകേവ് ലെൻസ്, ഈ കോൺകേവ് ലെൻസ് ഉപയോഗിക്കുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ ഹ്രസ്വദൃഷ്ടി, കണ്ണിന്റെ ഹ്രസ്വദൃഷ്ടി പരിഹരിക്കാനാണ് കോൺകേവ് ലെൻസ് ഉപയോഗിക്കണേ. അപ്പൊ നമ്മളോട് ചോദിക്കും കോൺവെക്സ് ലെൻസ് എന്തിനാ ഉപയോഗിക്കണേ? അപ്പൊ കോൺവെക്സ് ലെൻസ് ഉപയോഗിക്കണത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോൺവെക്സ് ദീർഘദൃഷ്ടി പരിഹരിക്കാനാണ്. ദീർഘദൃഷ്ടി പരിഹരിക്കാൻ കോൺവെക്സ് ലെൻസ് ഉപയോഗിക്കുന്നു. അടുത്തത് നമ്മളോട് ചോദിക്കും സിലിണ്ട്രിക്കൽ ലെൻസ്. അപ്പൊ സിലിണ്ട്രിക്കൽ ലെൻസിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ വിഷമദൃഷ്ടി പരിഹരിക്കാൻ ഉപയോഗിക്കുന്നതാണ് സിലിണ്ട്രിക്കൽ ലെൻസ് കേട്ടോ. ഇനി അടുത്തത് ചില ആൾക്കാർക്ക് ഹ്രസ്വദൃഷ്ടി ഉണ്ടാവും, അതുപോലെ തന്നെ ദീർഘദൃഷ്ടി ഉണ്ടാവും, രണ്ടും ഉണ്ടാവും. അപ്പൊ രണ്ടും കൂടി ഒരുമിച്ച് പരിഹരിക്കാൻ ഉപയോഗിക്കുന്നത് ബൈഫോക്കൽ ലെൻസ് ആണ്. എന്താണ്? ബൈഫോക്കൽ ലെൻസ് ആണ് എന്ന് ഓർക്കുക. ഈ ബൈഫോക്കൽ ലെൻസ് കണ്ടുപിടിച്ചത് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ എന്ന് പറയുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ പേരും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഇത്രയും കാര്യം ക്ലിയർ ആയോ? ക്ലിയർ ആയില്ലേ? ഇനി അടുത്തത് ഒരു ടോപ്പിക്കും കൂടെ പഠിച്ചിട്ട് നമുക്ക് നിർത്താം. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിർത്തി രേഖകളാണ്. എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ള ചില അതിർത്തി രേഖകളുണ്ട്. ആ അതിർത്തി രേഖകൾ കൂടി ഒന്നും കൂടി ടീച്ചർ ഓർമ്മിപ്പിക്കുകയാണ്. ഇന്ത്യയും പാകിസ്ഥാനെയും വേർതിരിക്കാൻ വേണ്ടിയിട്ട് മൗണ്ട് ബാറ്റൻ പ്ലാനിന്റെ സമയത്ത് തന്നെ
ആരിനെ, സിറിൽ റാഡ്ക്ലിഫിനെ എന്താ പറയാ നിയമിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ നമ്മൾ പഠിച്ചു. അപ്പൊ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖയെ നമ്മൾ വിളിക്കുന്നത് റാഡ്ക്ലിഫ് ലൈൻ എന്നാണ്. എന്താണ്? റാഡ്ക്ലിഫ് ലൈൻ എന്നാണ്. ഇനി ഇന്ത്യയും ചൈനയും വേർതിരിക്കുന്ന അതിർത്തി രേഖ നിർമ്മിച്ചത് അത് തീരുമാനിച്ചത് ഹെൻറി മക്മോഹനാണ്. അതുകൊണ്ട് തന്നെ മക്മോഹൻ ലൈൻ എന്നാണ് ആ രേഖയ്ക്ക് വിളിക്കുന്നത്. ഇനി ഇന്ത്യയെയും ശ്രീലങ്കയെയും വേർതിരിക്കുന്നത് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും പാക് കടലിടുക്കാണ്. പാക് കടലിടുക്ക് എന്ന് പറയും. അല്ലെങ്കിൽ നമുക്ക് ഗൾഫ് ഓഫ് മാന്നാർ എന്ന് വിളിക്കാം. എന്താണ്? ഗൾഫ് ഓഫ് മാന്നാർ എന്നും വിളിക്കാം. പാക് കടലിടുക്ക് അഥവാ ഗൾഫ് ഓഫ് മാന്നാർ എന്നും വിളിക്കാം. ഇനി ഇന്ത്യയെയും മാലിദ്വീപിനെയും വേർതിരിക്കുന്നത് ഏത് എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം 8 ഡിഗ്രി ചാനൽ ആണ് എന്ന്. 8 ഡിഗ്രി ചാനൽ ആണ്. അതുപോലെ തന്നെ ഇന്ത്യയെയും ഇന്തോനേഷ്യയെയും വേർതിരിക്കുന്നത് ഇന്ത്യ ഇന്തോനേഷ്യ, അതിന് പകരം ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളെയും സുമാത്ര ദ്വീപുകളെയും വേർതിരിക്കുന്നത് എന്നാണ് ചോദിക്കണേച്ചാലും ഒന്ന് തന്നെയാണ്, 6 ഡിഗ്രി ചാനൽ ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്ത്യയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അതിർത്തി രേഖ. ഇനി പാകിസ്ഥാനെയും അഫ്ഗാനിസ്ഥാനെയും വേണമെങ്കിൽ ഒന്ന് ചോദിക്കാം. പാകിസ്ഥാനെയും അഫ്ഗാനിസ്ഥാനെയും വേർതിരിക്കുന്നത് ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയാ ഡ്യൂറന്റ് ലൈൻ എന്നാണ്. ഡ്യൂറന്റ് രേഖ, ഡ്യൂറന്റ് ലൈൻ. മോർട്ടിമർ ഡ്യൂറന്റ് ആണ് അതിർത്തി നിർണയിച്ചത്. അതുകൊണ്ടാണ് അതിന് ഡ്യൂറന്റ് ലൈൻ എന്ന് പേര് വന്നത്. ക്ലിയർ ആയില്ലേ നിങ്ങൾക്ക്? അപ്പൊ ആദ്യം തന്നെ നമ്മൾ pH മൂല്യം പഠിച്ചു. അതിനുശേഷം കൾച്ചറുകൾ അല്ലെ, ഓരോന്നും ശാസ്ത്രീയമായിട്ട് കൃഷി ചെയ്യുന്ന രീതിയെ കുറിച്ച് പഠിച്ചു. പിന്നെ പാർട്ട് 1 മുതൽ 20 വരെയുള്ള പ്രധാനപ്പെട്ട പാർട്ടുകൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കുകയുണ്ടായി. അടുത്ത സൊസൈറ്റികളെ കുറിച്ചാണ് പറഞ്ഞത്. ലാസ്റ്റ് വൺ പിന്നെ നമ്മൾ എന്തിനെ കുറിച്ച് പറഞ്ഞു? ലെൻസുകളെ കുറിച്ച് പറഞ്ഞു. പിന്നെ എന്ത് പറഞ്ഞു? അതിർത്തി രേഖ പറഞ്ഞു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. അപ്പൊ 6 ടോപ്പിക്കുകൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കേണ്ടായി. ചെറിയ ചെറിയ ടോപ്പിക്കുകളാണെങ്കിലും ഇതിൽ നിന്നൊക്കെ നമുക്ക് മാർക്ക് നേടിത്തരുന്നതാണെന്ന് നിങ്ങൾക്കറിയാം. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്സിൽ. അടുത്ത ക്ലാസ്സിലെ മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ.